വചനം 58. വാക്കർത്ഥം. വതവക്കൽ, നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക, അലൽ ഹയ്യി, സജീവനായുള്ളവനിൽ, ജീവിച്ചിരിക്കുന്നവൻ്റെ മേൽ, അല്ലദീ ലാ യമൂതു, മരണപ്പെടാത്തവനായ, വസബ്യഹ്, നീ കീർത്തനവും ചെയ്യുക, തസ്ബീഹ് നടത്തുകയും ചെയ്യുക, ബിഹംദിഹി, അവന് സ്തോത്രം ചെയ്യുന്നതോടെ, സ്തുതിച്ചുകൊണ്ട്, വകഫാബിഹി, അവൻ മതി, ബിദുനൂബി, പാപങ്ങളെപ്പറ്റി, കുറ്റങ്ങളെക്കുറിച്ച്, ഇബാദിഹി, തൻ്റെ അടിയാന്മാരുടെ, ഖബീറൻ, സൂക്ഷ്മജ്ഞാനിയായിട്ട്. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. നബിയെ, മരണം ബാധിക്കാത്ത സജീവനായുള്ളവനിൽ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്തു കൊള്ളുക. അവന് സ്തോത്രം ചെയ്യുന്നതോടെ കീർത്തനവും ചെയ്യുക. തൻ്റെ അടിയാന്മാരുടെ പാപങ്ങളെക്കുറിച്ച് സൂക്ഷ്മജ്ഞനായി അവൻ തന്നെ മതി. വചനം 59. വാക്കർത്ഥം. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണ്, അസ്സമാവാതി, ആകാശങ്ങളെ, വൽ അർദ, ഭൂമിയെയും, വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടക്കുള്ളതും, ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിൽ, സുമ്മ, പിന്നെ, ഇസ്തവ, അവൻ ആരോഹണം ചെയ്തു, ശരിപ്പെട്ടു, അലൽ അർഷി, സിംഹാസനത്തിൽ, രാജപീഠത്തിന്മേൽ, അർ റഹ്മാനു, പരമകാരുണികനാണ്, ഫസ്അൽ, ആകയാൽ അഥവാ എന്നാൽ ചോദിക്കുക, ബിഹി, അവനെപ്പറ്റി, ഇതിനെക്കുറിച്ച്, ഖബീറൻ, ഒരു സൂക്ഷ്മജ്ഞാനിയോട്. الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش الرحمن فاسأل به خبيرا. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചിട്ടുള്ളവനത്രേ അവൻ. പിന്നീട് അവൻ അർശിൽ അഥവാ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു. അവൻ പരമകാരുണികൻ. ആകയാൽ അതിനെക്കുറിച്ച് സൂക്ഷ്മജ്ഞാനിയായ ഒരുവനോട് ചോദിച്ചുകൊള്ളുക. 58-59 വചനങ്ങളുടെ വിശദീകരണം. അവിശ്വാസികളുടെ എതിർപ്പുകളിലും നിഷേധത്തിലും അക്ഷമനാകാതെ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് സ്ഥിരചിത്തനായിരുന്നു കൊള്ളുവാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉപദേശിക്കുന്നു. ഭരമേൽപ്പിക്കപ്പെടുന്നതിനാസ്പദമായ അവൻ്റെ ചില ഗുണവൈശിഷ്ട്യങ്ങളും അതോടൊപ്പം എടുത്തു പറഞ്ഞിരിക്കുന്നു. 1. അവൻ ഒരിക്കലും മരണം ബാധിക്കാത്തവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാണ്. 2. അവൻ തൻ്റെ അടിയാന്മാരുടെ, അവൻ്റെ അടിയാന്മാരല്ലാതെ ഒരാളും ഇല്ലതാനും, ആ അടിയാന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സസൂക്ഷ്മം അറിയുന്നവനാണ്. അഥവാ അതിനെപ്പറ്റി വേണ്ടുന്ന നടപടികൾ എടുക്കുവാൻ മറ്റാരുടെയെങ്കിലും തെളിവോ സഹായമോ മാധ്യസ്ഥമോ ഇടപെടലോ ഒന്നും തന്നെ അവന് ആവശ്യമില്ല. 3. ആകാശഭൂമികളടക്കമുള്ള സകല വസ്തുവിൻ്റെയും സ്രഷ്ടാവും സിംഹാസനാധിപതിയും അവനാണ്. എന്നിരിക്കെ മറ്റാരിലും ഭരമേൽപ്പിക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല. അവൻ അർഷിൽ ആരോഹണം ചെയ്തു. ഇസ്തവ അലൽ അർഷ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് സൂറത്ത് ത്വാഹ 5-ാം വചനത്തിൻ്റെ വിവരണത്തിൽ നാം പ്രസ്താവിച്ചിട്ടുണ്ട്. 6 ദിവസങ്ങളിലാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ഖുർആൻ 1-ലധികം സ്ഥലത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു രാവും പകലും ചേർന്ന 24 മണിക്കൂർ സമയത്തിനാണ് നാം സാധാരണ ദിവസം, യൗം എന്നു പറയുന്നത്. തികച്ചും ഈ അർത്ഥത്തിലുള്ള ദിവസങ്ങൾ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും
നിലവിലുള്ള ഈ വ്യവസ്ഥ നൽകിക്കഴിയുകയും ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കയില്ലല്ലോ. നിങ്ങൾ എണ്ണിവരുന്ന 1000 കൊല്ലത്തിന് സമമാണ് നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം. വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ എന്ന് സൂറത്തുൽ ഹജ്ജിൽ പറയുന്നു. ഇതിന്റെ വിവരണം അവിടെ നോക്കുക. അന്ത്യനാളിനെക്കുറിച്ച് 50,000 കൊല്ലത്തെ അളവിലുള്ള ഒരു ദിവസം, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന എന്ന് സൂറത്തുൽ മആരിജിൽ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതേ നാളിനെ ഉദ്ദേശിച്ച് അന്ത്യദിനം അൽ യൗമുൽ ആഖിർ എന്നും പറയുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ അള്ളാഹുവിൻ്റെ നിശ്ചയത്തിൽ മാസങ്ങളുടെ എണ്ണം 12 ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ എന്നും ഖുർആൻ പറയുന്നു. അപ്പോൾ 24 മണിക്കൂർ സമയം എന്നോ നമ്മുടെ രാവും പകലും ചേർന്ന സമയമെന്നോ ഉള്ള അർത്ഥത്തിലല്ല ഇവിടെ 6 ദിവസങ്ങൾ സിത്തത്തി അയ്യാം എന്ന് പ്രസ്താവിച്ചതെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ആകാശഭൂമികളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ ലക്ഷക്കണക്കിലോ കോടിക്കണക്കിലോ ഉള്ള കാലം കൊണ്ടാണവ ഇന്നത്തെ നിലയിൽ വന്നിട്ടുള്ളതെന്ന് കാണുന്നു. ഈ നീണ്ട കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ 6 ഉപകാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞന്മാർക്ക് അഭിപ്രായമുണ്ട്. ശാസ്ത്രീയാഭിപ്രായങ്ങൾ ഒരിക്കലും മാറാത്ത ഉറച്ച അഭിപ്രായങ്ങളല്ല. എങ്കിലും പ്രസ്തുത അഭിപ്രായങ്ങൾ ഖുർആൻ ആവർത്തിച്ച് ചെയ്തിട്ടുള്ള ഈ പ്രസ്താവനയ്ക്ക് വിരുദ്ധമാകുന്നില്ല എന്നു മാത്രം. അള്ളാഹു അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്ക് സാധ്യമല്ല. 59-ാം വചനത്തിൻ്റെ അന്ത്യത്തിൽ സൂക്ഷ്മജ്ഞാനിയായ ഒരുവനോട് അതിനെപ്പറ്റി ചോദിച്ചു കൊള്ളുക, ഫസ് അൽ ബിഹി ഖബീറ എന്നുള്ള വാക്യം വളരെ ശ്രദ്ധാർഹവും അർത്ഥവത്തുമാകുന്നു. കൂടുതൽ വിവരമുള്ള വല്ല മനുഷ്യനോടും ചോദിച്ചറിയുവാനുള്ള ഒരാഹ്വാനമല്ല ഇത്. ആകാശഭൂമികളുടെ സൃഷ്ടിയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടിമഹാത്മ്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവൻ അവൻ ഒരുവൻ മാത്രമാണുള്ളതെന്നും അതിനെപ്പറ്റി ശരിയും സസൂക്ഷ്മവുമായ അറിവ് അവനിൽ നിന്നല്ലാതെ അന്വേഷിച്ചിട്ട് ഫലമില്ലെന്നുമാണ് ആ വാക്യത്തിൻ്റെ താൽപ്പര്യം. അപ്പോൾ സത്യവിശ്വാസിയായ ഏതൊരുവനും ഖുർആൻ്റെ വ്യക്തമായ പ്രസ്താവനയ്ക്കെതിരായ ശാസ്ത്രീയ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുവാൻ നിവൃത്തിയില്ല. ഖുർആൻ്റെ വ്യക്തമായ പ്രസ്താവനയോട് ഒപ്പിച്ചുകൊണ്ട് ആ സിദ്ധാന്തത്തിന് വ്യാഖ്യാനം നൽകുകയല്ലാതെ അതിനൊപ്പിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുന്നത് ന്യായവും യുക്തവുമല്ല. ഖുർആൻ്റെ വാക്യങ്ങൾ സ്പഷ്ടമായി കാട്ടിത്തരുന്ന പരിധി തെറ്റാതെ കൂടുതൽ അറിവിനായി പരിശ്രമിക്കുകയും റബ്ബേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ, റബ്ബി സിദ്നി ഇൽമ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആകാശഭൂമികളുടെയും അവയിലുള്ള സർവവസ്തുക്കളുടെയും സ്രഷ്ടാവും സിംഹാസനാധിപതിയുമാണ് അള്ളാഹു എന്നിരിക്കുമ്പോൾ അവൻ അവയുടെ സർവാധിപതിയും ഏകാധിപതിയുമായിരിക്കുക സ്വാഭാവികമാണ്. അതേ സമയത്ത് അവൻ പരമകാരുണികനും അർ-റഹ്മാൻ ആകുന്നുവെന്ന് ഉണർത്തുന്നു. പാപികളായുള്ളവർക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാനും പുണ്യവാന്മാർക്ക് കൂടുതൽ ആവേശവും പ്രോത്സാഹനവും വർദ്ധിക്കുവാനും വേണ്ടിയാണത്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിലും ഒരു ആശയക്കുഴപ്പം. അതാണ് അടുത്ത വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.